ഇത് നമ്മൾ സംസാരിക്കുന്നത് പ്രസവാനുകൂല്യങ്ങളെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പേര് കേട്ട് ആരും പേടിക്കേണ്ട. നമ്മുടെ നാട്ടിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണിത്. 2026 ഈ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് തന്നിരുന്നതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ ലഭിക്കുമെന്നും അത് എങ്ങനെയാണ്, ആർക്കൊക്കെ കിട്ടും, എന്തൊക്കെ രേഖകൾ വേണമെന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി പദ്ധതിയുടെ ഗുണങ്ങൾ എന്താണെന്ന് പറയാം. ഇത് പ്രധാനമായി 2 തവണകളായിട്ടാണ് ലഭിക്കുന്നത്. ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയും രണ്ടാമത്തെ പ്രസവത്തിന് 6000 രൂപയും ലഭിക്കും. പക്ഷേ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ 6000 രൂപ കിട്ടുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഈ തുക നൽകുന്നത്. അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പണം വരുന്നത്. ഇനി ആരൊക്കെയാണ് ഇതിന് അർഹരെന്ന് നോക്കാം. സർക്കാർ ജോലി ഇല്ലാത്ത എല്ലാ സാധാരണക്കാരായ അമ്മമാർക്കും ഇതിന് അപേക്ഷിക്കാം. വീട്ടമ്മമാർക്കോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അപേക്ഷിക്കാം. പക്ഷെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ സർക്കാർ സർവീസിലുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപരമായ ആനുകൂല്യം ഇതേ ആവശ്യത്തിന് കൈപ്പറ്റുന്നവരോ ആകാൻ പാടില്ല. അപേക്ഷ നൽകേണ്ട രീതി ഇനി ഞാൻ പറയാം. അത് വളരെ ലളിതമാണ്. നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടി ടീച്ചറെ കാണുകയോ അല്ലെങ്കിൽ PHSC വഴിയോ അപേക്ഷ സമർപ്പിക്കാം. 2026 PMMVY പോർട്ടൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ അംഗനവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇതിനെ MCP കാർഡ് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കാർഡ് എന്ന് പറയും. ഈ കാർഡ് അപേക്ഷിക്കാൻ നിർബന്ധമാണ്. ആദ്യ പ്രസവത്തിനുള്ള തുക 2 ഘട്ടങ്ങളായാണ് വരുന്നത്. ഗർഭകാലത്ത് കുറഞ്ഞത് ഒരു പ്രസവപൂർവ്വ പരിശോധനയെങ്കിലും നടത്തിയിരിക്കണം. ഇത് നിങ്ങളുടെ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കണം. രണ്ടാമത്തെ ഘട്ടം കുട്ടി ജനിച്ച ശേഷം വാക്സിനേഷൻ വിവരങ്ങൾ നൽകുമ്പോഴാണ്. രണ്ടാമത്തെ കുട്ടിക്കുള്ള 6000 രൂപ കുട്ടി ജനിച്ച് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റത്തവണയായി അക്കൗണ്ടിലെത്തും. അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം. ഒന്നാമതായി അമ്മയുടെ ആധാർ കാർഡ് വേണം. ഇത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം. കാരണം DBT വഴിയാണ് പണം വരുന്നത്. രണ്ടാമതായി MCP കാർഡാണ്. മൂന്നാമതായി അമ്മയുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് പാസ്ബുക്ക്. ഭർത്താവിന്റെ ആധാർ കാർഡും കൂടെ കരുതുന്നത് നല്ലതാണ്. പ്രസവം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പലർക്കും പറ്റുന്ന ചില തെറ്റുകൾ കൂടെ ഇവിടെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയപരിധിയാണ്. കുട്ടി ജനിച്ച് കുറേ നാൾ കഴിഞ്ഞ് അപേക്ഷിച്ചാൽ ഈ പണം കിട്ടില്ല. ഗർഭകാലത്തോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് നിശ്ചിത ദിവസത്തിനുള്ളിലോ അപേക്ഷ നൽകണം. രണ്ടാമത്തെ കാര്യം ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടാണ്. പലരുടെയും പണം പാതി വഴിയിൽ നിൽക്കുന്നത് ആധാർ സീഡിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ബാങ്കിൽ പോയി ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. KYC അപ്ഡേറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകളാണെങ്കിൽ പണം തിരിച്ചു പോകും. അതുപോലെ അപേക്ഷയിലെ പേരും ആധാർ കാർഡിലെ പേരും ഒന്ന് തന്നെയാകണം. ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും സിസ്റ്റം അത് തള്ളിക്കളയും. അപേക്ഷിക്കുമ്പോൾ സ്പെല്ലിംഗ് കൃത്യമാണോ എന്ന് നോക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായി നൽകുക. അപേക്ഷയുടെ നില അറിയാൻ ഫോണിലേക്ക് മെസ്സേജ് വരും. ഗർഭിണികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാനാണ് ഈ തുക സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ ഈ വിവരം അവരോട് കൂടി പറയുക. അംഗനവാടി ടീച്ചർമാർ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. അവർക്ക് ഇതിന് പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. 2026 പുതിയ നിയമപ്രകാരം അപേക്ഷാ ഫോമുകൾ ഓൺലൈനിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് രേഖകളെല്ലാം സ്കാൻ ചെയ്ത് കൃത്യമായി അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അത് തിരുത്താനും അവസരമുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാധാരണക്കാർക്കും ഈ 5000 6000 വലിയൊരു സഹായമാണ്. മരുന്നുകൾ വാങ്ങാനും കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും ഇത് ഉപകരിക്കും. മടിക്കാതെ ഇതിന് അപേക്ഷിക്കുക. നിങ്ങളുടെ പഞ്ചായത്തിലോ വില്ലേജിലോ ഉള്ള ICDC ഓഫീസുമായി ബന്ധപ്പെട്ടാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യുക. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പാക്കുക. രേഖകൾ കൃത്യമായി നൽകുക. ഇത്രയും ചെയ്താൽ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.